ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടോണർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ടോണേഴ്സ് ഭയങ്കരമായിട്ട് വൈറലാണ്. പ്രത്യേകിച്ച് കൊറിയൻസ് ടോണേഴ്സ് കൂടുതലും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സ്കിൻ ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ആയിരിക്കാനായിട്ട്. അപ്പം നമ്മൾ ഓയിലി സ്കിന്നുകാർ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ ലെയർ ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഈ ഒരു ടോണർ കൊണ്ട് തന്നെ ഒരു ഫേസ് വാഷിന് ശേഷം ഒരു ടോണർ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസ് ലെവൽ കൂട്ടാൻ പറ്റും. അപ്പം അങ്ങനൊരു ടോണറാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഏതാണെന്ന് നോക്കാം. ഇതാണ് ടോണർ, മോച്ചി ടോണർ എന്ന് പറഞ്ഞ് ടോണി മോളിയുടെ വണ്ടർ സെറാമൈഡ് മോച്ചി ടോണർ. ഇത് സെറാമൈഡ് ബേസ്ഡ് ആണ്, അതായത് 5000 ppb നറിഷിംഗ് ആൻഡ് മോയ്സ്ചറൈസിങ് മൾട്ടി യൂസ് ടോണർ ഫോർ ബൗൺസി മോച്ചി ലൈക്ക് സ്കിൻ. അതായത് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ടൊരു ബൗൺസി ആയിട്ടിരിക്കും. ശരിയാണ്, ഇത് ഇട്ട ശേഷം നമ്മുടെ സ്കിന്നിന് ഒരു ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യുക, അതിനുശേഷം ഈ ടോണർ യൂസ് ചെയ്യുക. അപ്പം നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ബൗൺസി ആയിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇതിട്ടിട്ട് പിമ്പിൾസൊക്കെ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിമ്പിൾസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അത് കാരണം വേറൊന്നുമായിട്ട് ലെയർ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ലെയർ ചെയ്ത് കഴിഞ്ഞാലാണ് എപ്പോഴും ആ ഇൻഗ്രീഡിയൻസ് തമ്മിൽ സിങ്കായിട്ടൊരു എന്തെങ്കിലും ഒരു ഇഷ്യൂ സാധാരണ വരും. ഇത് ഇതുവരെ വേറൊന്നുമായിട്ട് നമ്മൾ ലെയർ ചെയ്യാത്തത് കൊണ്ട് ഇതുവരെ പിമ്പിൾസ് വന്നില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ പ്രോഡക്റ്റാണ്, ഒരു വലിയ ബോട്ടിലാണ്. ഇത് 2 മാസം 3 മാസം 6 മാസം വരെ വേണമെങ്കിലും യൂസ് ചെയ്യുക, കുറച്ചെടുക്കുകയാണെങ്കിൽ. ഞാൻ കുറേ എടുക്കും, അതുകൊണ്ട് ചിലപ്പോൾ 1 മന്ത് മതിയാകും. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. പിന്നെ സിന്തറ്റിക് കളേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. ആനിമൽ ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. PEG സർഫാക്റ്റൻ്റ് ആണ്. പിന്നെ സേഫ് ഓൺ സെൻസിറ്റീവ് സ്കിൻ എന്ന് സ്പെഷ്യലായിട്ട് എഴുതിയിട്ടുണ്ട്. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് റെഡിഷ് കളറായിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടോ പുറത്ത് പോയിട്ടോ വന്നിട്ട് ഭയങ്കര റെഡിഷ് കളറായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഇതിനൊരു അടപ്പുണ്ട്. അടപ്പ് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കണ്ടോ, പാല് പോലെ ഇരിക്കുകയാണ്. ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നോക്കിയത് നല്ല 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 ബൗൺസി ആയിട്ടിരിക്കുക. അവർ പറഞ്ഞതുപോലെ തന്നെ ബൗൺസി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്, നല്ല മണമാണ്. ഇതിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് കിട്ടും. ഭയങ്കര നല്ല മണമാണ്. പിന്നെ കാണാനും അതുപോലെ തന്നെ നല്ല രസമായിട്ടുണ്ട്. ആ ബോട്ടിൽ തന്നെ കാണാൻ പ്ലാസ്റ്റിക് പോലുള്ളൊരു കുപ്പിയാണ്, കാണാനും നല്ല രസമുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് രാത്രി ഞാൻ ഫേസ് വാഷ് ചെയ്ത ശേഷം ഈ ടോണർ കുറച്ച് ഇട്ടിട്ട് കിടക്കും. കുറച്ചല്ല, നല്ലപോലെ ഇട്ടിട്ട് കിടക്കും. രാവിലെ ആയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്, ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്കിന്ന് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് വേറെ ഒന്നുമായിട്ട് നമുക്ക് ലെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേ ഉള്ളൊരു ഇഷ്യൂ. ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫേസ് വാഷ് ഈ ഒരു ടോണർ വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല രസമുണ്ടാവും, നല്ല മണമുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഞാൻ നൈക്കയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. നൈക്കയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് 1000 സംതിങ് ആണ്, 1340 സംതിങ് ആണ് റേറ്റ് വന്നത്. പിന്നെ ഇത് മൾട്ടി യൂസാണ്, സ്പെഷ്യലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. മൾട്ടി യൂസാണ്, നറിഷ് ചെയ്യും, അതേപോലെ മോയ്സ്ചറൈസ് ചെയ്യും. നമ്മളൊരു മോയ്സ്ചറൈസർ ഇടേണ്ട ആവശ്യം വേണ്ടി വരത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് അവർ പറയുന്നത് ഇത് ഒരു മിൽക്കി ടോണറാണ്. ശരിക്കും കാണുമ്പോൾ തന്നെ അതൊരു മിൽക്കി ടോണറാണ്, ഒരു മിൽക്ക് പോലെ തന്നെയുണ്ട്. ക്ലെൻസിങ്ങിന് ശേഷം ഒരു കോട്ടൺ പാഡിൽ മുക്കിയിട്ട് സ്വൈപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ പക്ഷെ അങ്ങനെയില്ല, ഇങ്ങനെ അങ്ങ് ഒഴിക്കും. അടപ്പ് തുറന്നില്ലേ, ഇങ്ങനെ അങ്ങ് ഒഴിക്കും. അപ്പം നല്ല ബൗൺസി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പേര് പോലെ തന്നെ, പേര് വണ്ടർ എന്ന് പറഞ്ഞ പോലെ തന്നെ, ഇത് ബോട്ടിൽ കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് വണ്ടറായി. കാര്യം വലിയ ബോട്ടിൽ. നമ്മൾ സാധാരണ ഏത് പ്രോഡക്റ്റ് കണ്ടിട്ടും നമ്മൾ വന്നു കഴിയുമ്പോഴാണ് ആ പ്രോഡക്റ്റ് ചെറുതാണ്, സൈസ് ഇഷ്യൂ ഒക്കെ കാണുക. ഇതിൻ്റെ നിങ്ങൾ ഈ നൈക്കയിൽ കയറിയിട്ടോ ആമസോണിൽ കയറിയിട്ടോ ഏത് സൈറ്റിൽ കയറിയിട്ട് ഇതിൻ്റെ റിവ്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇവിടെ താഴെ കൊടുത്തേക്കാം, റിവ്യൂസ് ചെക്ക്. ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരാൾ നെഗറ്റീവ് പറഞ്ഞേക്കുന്നത് അയാൾക്ക് പിമ്പിൾസ് വന്നു എന്നാണ്. മേ ബി
ലെയർ ചെയ്തിട്ടുണ്ടാകാം. ഇതിട്ടിട്ട് വേറെ ക്രീമുകളോ എന്തെങ്കിലുമൊക്കെ സാധാരണ ടോണർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സെറം, മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ ഇതൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ. എല്ലാവരും ഇപ്പം അങ്ങനെയാണ് ലെയർ ചെയ്യും. പക്ഷേ ഈ സെൻസിറ്റീവ് സ്കിന്നുകാരോ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നുകാരോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലെയർ ചെയ്യാതിരിക്കുക മാക്സിമം. ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഷുവറായിട്ടുള്ളൊരു ഇതിട്ട ശേഷം ഒരു മോയ്സ്ചറൈസർ ഇടുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഏറ്റവും ബെസ്റ്റ് മോയ്സ്ചറൈസർ. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് സെറാമൈഡാണ്. സെറാമൈഡ് പോലെ തന്നെ അതിൻ്റെ കൂടെ ഉള്ളത് സെൻറ്റല്ല ഐസൈറ്റിക്ക. ഇത് അവർ കൊറിയൻസുകാർ ഏറ്റവും കൂടുതൽ അവരുടെ എല്ലാ പ്രോഡക്റ്റിലും ഉണ്ട്. സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ പിമ്പിൾസിനെയൊക്കെ പെട്ടെന്ന് തന്നെ അത് ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് നമ്മുടെ സ്കിന്നിൽ ഡീപ്പായിട്ട് അബ്സോർബ് ചെയ്തിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, റിസ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതായത് സ്കിന്നിൻ്റെ ഇഷ്യൂസൊക്കെ മാറ്റി നേരെയാക്കി തരുമെന്നാണ് പറയുന്നത്. മോച്ചി ലൈക്ക് സ്കിൻ. ഓക്കെ, അപ്പം അവർ ഇതിനകത്ത് കൊറിയനിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, താഴെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷിൽ തന്നിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും നല്ലൊരു ടോണറാണ്. എന്തായാലും നിങ്ങൾക്ക് ടോണർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇല്ലയെന്നുണ്ടെങ്കിൽ കണ്ടു.